ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഹോം ടൂർ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറേ ആയിട്ട് ചോദിക്കുന്നതാണ് അജി ഹോം ടൂർ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് വീട് മൊത്തമായിട്ട് കാണിച്ചു തരാം. ഞാൻ ആദ്യമേ പറയാം, കുഞ്ഞു വീടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും ഹോം ടൂർ ഒന്നും ചെയ്യാതിരുന്നത്. ഹോം ടൂർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വലിയൊരു വീടൊക്കെ ആയിരിക്കുമോ പ്രതീക്ഷിക്കുക എന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് അജി എത്ര ചെറുതായാലും വലുതായാലും ഒന്നും കുഴപ്പമില്ല, ഹോം ടൂർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീട് മൊത്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ നല്ല ചീവീടിന്റെ ശബ്ദം ഉണ്ട് കേട്ടോ. ഇവിടെ മൈക്കിലൂടെ എത്രമാത്രം കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. ഇവിടെ ചുറ്റുവട്ടം നിറച്ചും ചീവീടിന്റെ ശബ്ദമാണ്. പിന്നെ എന്റെ ശബ്ദത്തിനും നല്ല പ്രശ്നമുണ്ട് കേട്ടോ. ജലദോഷം കുറഞ്ഞിട്ടില്ല, അപ്പൊ ശ്വാസപ്രശ്നവും പിന്നെ ശബ്ദ അടപ്പും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇറിറ്റേഷൻ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ എന്തായാലും വീട് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്. പിന്നെ വീടിന്റെ മുറ്റം ഒന്നും റെഡിയാക്കിയിട്ടില്ല കേട്ടോ. ചെടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം മുറ്റമൊക്കെ ലെവലാക്കാനുണ്ട്. അപ്പൊ ലെവലാക്കാതെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. മഴ ആയി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും അങ്ങനെ എന്താ പറയാ മണ്ണ് ഇളക്കാനോ ഒന്നും പറ്റില്ല കേട്ടോ. അത്യാവശ്യം മണ്ണിടിച്ചിലൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ അതുകൊണ്ടാണ് മുറ്റത്ത് ഒന്നും ചെയ്യാത്ത. മഴ പോയിട്ട് വേണം കേട്ടോ മുറ്റത്ത് എന്തെങ്കിലും ചെയ്യാം. മുറ്റം ഒന്ന് റെഡിയാക്കിയിട്ട് വേണം മുറ്റത്ത് എന്തെങ്കിലും നട്ട് പിടിപ്പിക്കാനൊക്കെ. ഇപ്പൊ നല്ല വെയിലാണ് കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ ഇറങ്ങിയതാണ് ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നില്ലെങ്കിൽ മഴ, ഒന്നില്ലെങ്കിൽ വെയിൽ കേട്ടോ. ഒരു രക്ഷയില്ല. അപ്പൊ ഞാനിപ്പോ മഴ ഒന്ന് കുറഞ്ഞ സമയത്ത് വേഗം ചെയ്യാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാവരും നോക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ആണ് കേട്ടോ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലൊക്കെ ഞാൻ എപ്പോഴും രാവിലെ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അജി ഇവിടെ അത്യാവശ്യം താഴ്ചയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ താഴ്ചയുണ്ട്. നമുക്ക് പേടിയാണ് കേട്ടോ ഈ ഒരു സ്ഥലം. അത്യാവശ്യം എന്ന് വെച്ചാൽ മണ്ണിടിച്ചിലൊക്കെ വരുമോ എന്നുള്ള പേടിയുള്ളൊരു സ്ഥലമാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. രാവിലെ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ നല്ലൊരു ഫീലാണ് ഇവിടെ. ഇതാ ഇപ്പൊ വലിയ മഴ വരുന്ന പോലെ ഉണ്ട് കേട്ടോ. നമുക്ക് വേഗം അകത്തേക്ക് കയറാം. പിന്നെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് പടിഞ്ഞാറ് ഭാഗമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സൂര്യാസ്തമയം കാണാം കേട്ടോ. ഇവിടെ നിന്ന് നല്ല രസമാണ്. വൈകുന്നേര സമയങ്ങളിലൊക്കെ നല്ല രസമാണ് ഇവിടെ. അപ്പൊ നമുക്ക് വേഗം അകത്തേക്ക് കയറാം. പിന്നെ വീടിനകത്തേക്ക് കയറി കാണിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വീടായിരിക്കും കേട്ടോ ഇത്. അപ്പൊ ഞാൻ വീട് കാണിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കാര്യം പറഞ്ഞുതരാം, എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലൊരു വീട് കെട്ടിയത്, ആ വീട് ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം എന്താണെന്നും. പിന്നെ നിങ്ങളോട് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെ ഒരു വീട് കെട്ടുന്ന കാര്യം. അപ്പൊ അത് എന്തുകൊണ്ടാണ് പറയാതിരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ വീട് കാണിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമുക്ക് വീട്ടിൻ്റെ അകത്തേക്ക് കയറാം. ഞാൻ ചെരുപ്പൂരിയൊക്കെ കേട്ടോ. ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഹീലൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയതാണ്. ഫുള്ള് ചെളിയായി. അപ്പൊ എന്നോട് പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി എന്താണ് പിന്നെ ഈ വീടിന് സിറ്റ് ഔട്ട് ഇല്ലാത്തതെന്നുള്ളത്. സിറ്റ് ഔട്ട് ഞങ്ങളെ വീടിന് ഇല്ലാതെ എന്താന്നുള്ളത് ഞാൻ പറയാം. പിന്നെ സിറ്റ് ഔട്ട് ഇല്ലാത്തതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഞങ്ങളെ വീടിനുണ്ട് കേട്ടോ. കാരണം മഴ മൊത്തം അകത്തേക്ക് വരും, കാറ്റാണെങ്കിലും വെയിലാണെങ്കിലും എല്ലാം ഞങ്ങൾക്ക് പ്രശ്നമാണ്. അപ്പൊ അതൊക്കെ എന്താന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പൊ നമ്മൾ കയറി വരുമ്പോ പിന്നെയുള്ള ഹോളാണ് കേട്ടോ ഇത്. നമ്മുടെ ലിവിങ് ഏരിയ എന്നൊക്കെ നമുക്ക് പറയാം. ഞാൻ പറഞ്ഞല്ലോ സിറ്റ് ഔട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതാണ് ഞങ്ങൾ കയറി വരുമ്പോ തന്നെയുള്ള സ്പേസ്. ഇവിടെ ഒരു ചെറിയൊരു സോഫ ഇട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞൊരു സോഫയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ സ്ഥലം ചെറുതാണ്, പരിമിതമാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ചെറിയൊരു ടീപ്പോയും ഉണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞൂസിന്റെ കുഞ്ഞൊരു കസേരയും ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഹോളെന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല, കുഞ്ഞൊരു ഏരിയ ആണ്. ഒരുപാട് പേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പൊ ചെറിയൊരു സ്പേസിൽ ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ സാധനങ്ങളെല്ലാം തന്നെ കുറഞ്ഞ അളവിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കിച്ചൺ ആണ് കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് എനിക്ക് തോന്നുന്നു വീഡിയോയിൽ പരമാവധി ഞാൻ കട്ട് ചെയ്തിട്ടൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വഴിയില്ല. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ലിവിങ് ഏരിയ ആണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞാൽ ഞങ്ങളുടെ കിച്ചൺ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിന്റെ എല്ലാം എന്ന് പറയുന്നത്. നമ്മുടെ വീഡിയോസിലാണെങ്കിലും നിങ്ങൾ ഇത് തന്നെയായിരിക്കും കൂടുതലായിട്ട് കാണുന്നുണ്ടാവുക. അപ്പം മൊത്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സ്പേസ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇങ്ങനെ എല്ലാ സാധനങ്ങളും കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാം വാരി വലിച്ചിടാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ടാണ് കേട്ടോ. കാരണം സിറ്റ് ഔട്ട് ഇല്ല, നേരെ കയറുന്നത് ഹോളിലേക്കാണ്. ഹോളിൽ നിന്ന് നേരെ കാണുന്നത് നമ്മുടെ കിച്ചൺ ഏരിയ ആണ്. അപ്പം നമ്മുടെ ഫാമിലിയിൽ പിന്നെ നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. പിന്നെ ഫാമിലി ആരെങ്കിലും വരുന്നതാണെങ്കിൽ അങ്ങനെയൊന്നും പ്രശ്നമില്ല കേട്ടോ. അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ പുറമേ നിന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മളിങ്ങനെ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇപ്പം ഓപ്പൺ കിച്ചൺ എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ഞങ്ങളുടെ കുറച്ചും കൂടി വലിയ ഓപ്പൺ ആയി പോയി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇവിടെ എന്താ കാണിക്കാമെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾക്ക് ഡൈനിങ്
ഒരു ഏരിയ ഇല്ല. അപ്പോൾ ഒരു ഡൈനിങ് ടേബിളൊക്കെ ഇവിടെ ഇടാനുള്ള ഒരു സൗകര്യം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. എന്തായാലും ഞങ്ങൾ അങ്ങനെ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കലൊന്നുമില്ല. നിങ്ങൾ വീഡിയോസിൽ കാണില്ല. ഞങ്ങൾ മെയിൻ ആയിട്ട് ഇരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെയും ചെറിയൊരു പിന്നെ കബോർഡിന്റെ ഇതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ഇതിന്റെ മുകളിൽ ഗ്ലാസ് ഒക്കെ ഇടണം. ഗ്ലാസ് ഇട്ടിട്ടില്ല, കാരണം മഴ ആയതുകൊണ്ട് നമ്മുടെ ഇങ്ങോട്ടേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ റോഡൊക്കെ പണ്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്, വണ്ടി കയറാനും ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് ലൈറ്റ്സ് കാര്യങ്ങൾ ഇവിടെ എന്തായിരുന്നു കേട്ടാ, നമ്മള് തൂക്കിയിടുന്ന ലൈറ്റ്സ് ഒക്കെ സെറ്റ് ആക്കാനുണ്ട് കേട്ടോ. ഏട്ടൻ എന്തൊക്കെയോ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഹോം ടൂർ ഒക്കെ ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് വെച്ചാല് പിന്നെ നമ്മൾ അപ്പുറത്തുനിന്ന് ഒരു മറവ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. ഇത് നമ്മള് പ്ലൈവുഡ് അല്ലേ, പ്ലൈവുഡ് വെച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഒരു ഭിത്തി വന്നു കഴിഞ്ഞാൽ ഇവിടെ രസം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ ഞങ്ങൾ പെയിന്റ് ചെയ്യുന്നത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആരോ ചോദിച്ചു, ചേച്ചി ഇത് പിന്നെ ഷോപ്പിന്റെ പണിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും ഞാൻ ആലോചിച്ചു, ഒരു ഷോപ്പിന്റെ ഒരു രീതി ഉണ്ടല്ലേ ഇത് കാണുമ്പോൾ. പിന്നെ ഇവിടെ ഒന്നും ഞാൻ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കണം. കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കുഞ്ഞൂസിന്റെ സംഭവങ്ങളൊക്കെ കയറ്റി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഞാൻ ഇപ്പൊ വാങ്ങിച്ചൊരു സംഭവം കാണിച്ചുതരാം കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് ഇപ്പൊ വന്നിട്ടേ ഉള്ളായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ വന്നതാണ്. ഇത് ലൈവ് പ്ലാന്റ് ആണ് കേട്ടോ. നമ്മളെ പിന്നെ ബാമ്പു ഇല്ലേ, ബാമ്പു ആണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര ഭംഗിയായിട്ടൊക്കെ കിട്ടുന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ചിലവർക്കൊക്കെ ഇങ്ങനെ വാടി പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ലതാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പൊ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് സൈഡിൽ വെച്ചാണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞങ്ങൾക്ക് വാങ്ങിക്കാനുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചണും പിന്നെ ഹോളും കിച്ചണും എന്ന് പറഞ്ഞാൽ ഹോളും ചെറുതാണ്, നമ്മുടെ കിച്ചണും ചെറുതാണ് കേട്ടോ. നമ്മുടെ കിച്ചണിൽ നിന്ന് ഹോളിലേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ചെറിയൊരു ഹോളാണ്, അതിനനുസരിച്ച് ചെറിയൊരു കിച്ചണാണ്. പിന്നെ ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ അവിടെ പാചകം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവർ ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് വലിയ ഡിസ്റ്റൻസ് ഒന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. വലിയ വീടൊക്കെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇല്ല ഏട്ടാ, ഞാൻ ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. പിന്നെ ഞങ്ങള് ഈ ഒരു ഭാഗത്തിന്റെ ഇപ്പുറത്ത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മളിപ്പോൾ ഡേ ആൻഡ് മൈ ലൈഫ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഈ ഒരു ഭാഗത്തിന്റെ ഈ ഒരു വശത്ത് ഇതിന്റെ ഇടയിൽ ഞങ്ങൾ ഇവിടെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജ് വെക്കാൻ വേറെ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഫ്രിഡ്ജും ഇവിടെ ഹോളിൽ തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്തു. അപ്പൊ ഇവിടുന്ന് ചെറിയൊരു പാസേജ് ആണ്. അപ്പൊ ഇവിടുന്ന് എന്താന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ അടുപ്പുള്ള അടുക്കള, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ. പിന്നെ ഇതാണ് ഞങ്ങളുടെ അടുപ്പുള്ള അടുക്കള. ഇവിടെ വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ചോറ് വെക്കലും കുളിക്കാൻ വെള്ളം വെക്കലും മാത്രമേ ഉള്ളൂ. അപ്പൊ അടുപ്പ് അങ്ങോട്ടേക്ക് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു സംഭവം ഇവിടെ ഒരു മറവ് വെച്ചത്. അല്ലെങ്കിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു സംഭവം പിന്നെ ഹോളിൽ നിന്ന് കാണുമ്പോൾ തന്നെ അടുപ്പ് കാണില്ലേ, അതൊരു മോശമല്ല, ഒരു രസമില്ല അങ്ങനെ കാണുമ്പോൾ. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ചെയ്തത്. അപ്പൊ അടുപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഞാൻ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അടുപ്പിന്റെ റിവ്യൂ ചെയ്യണമെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിവ്യൂ ഒന്നല്ല, എങ്കിലും ഞാൻ പറയാൻ കുഴപ്പമില്ല, നല്ല അടുപ്പാണ് കേട്ടോ. ഇതിനെ പട്ടാമ്പി അടുപ്പ് എന്നാണ് എന്നോട് കമന്റിലൂടെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പട്ടാമ്പി അടുപ്പാണ് അജി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പട്ടാമ്പി അടുപ്പാന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തൊന്നുമല്ല. ഈ അടുപ്പ് ഞാൻ ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇതുണ്ട്, നമുക്കിങ്ങനെ ഈ ഒരു അടപ്പുള്ള കാരണം എന്തായാലും നമ്മൾ കത്തിക്കുമ്പോൾ ഇങ്ങനെ കരിയും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള അടുപ്പാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെറിയൊരു കിച്ചണും കയറി വരുമ്പോൾ തന്നെ കാണുമ്പോൾ ഇങ്ങനെ കരി കാണില്ല, കരി കാണുമല്ലോ. അപ്പൊ അത് കാണാതിരിക്കാൻ ഈ ഒരു അടുപ്പുള്ളതുകൊണ്ട് എപ്പോഴും അടുപ്പ് നല്ല വൃത്തിയായിട്ടിരിക്കും. നമ്മൾ തേച്ച് കഴുകിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ വൃത്തിയായിട്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു അടുപ്പ് നോക്കിയത്. അല്ലാണ്ട് മറ്റേ അടുപ്പ് വേണ്ട, ഈ അടുപ്പ് തന്നെ വേണം എന്നുള്ള സെലക്ട് ചെയ്തതല്ല, അങ്ങനെ കാണാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ തന്നെ കാണിക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ഞങ്ങൾ പുറത്തേക്കുള്ള വഴിയാണ് കാണിച്ചു തരാം. പിന്നെ ഇവിടെ അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പുറത്തേക്കൊക്കെ ഞാൻ വെച്ചാൽ നമ്മുടെ വീടിന്റെ പണി കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് സാധനങ്ങളൊക്കെ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒതുക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ സ്ഥലമില്ല, മഴയായതുകൊണ്ട് സ്ഥലമില്ല. ഇവിടെ എന്താന്ന് വെച്ചാൽ നമുക്ക് വർക്ക് ഏരിയ ഇല്ല കേട്ടോ. ഇവിടെ ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണ്. ഇവിടെ ഒരു ടാർപ്പ വെറുതെ കെട്ടിയിരിക്കുകയാണ് കേട്ടോ. മഴ ഇങ്ങോട്ടേക്ക് അടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ടാർപ്പ കെട്ടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെയാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. ബാത്റൂം കാണിക്കണം അല്ലേ, നമുക്ക് ഹോം ടൂറിൽ ബാത്റൂം മെയിനാണ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ബാത്റൂം. ഞാൻ കയറുന്നൊന്നും ഇല്ലാണ്ട് ഞാൻ ഇവിടെ തന്നെ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബാത്റൂം. അറ്റാച്ച്ഡ് ബാത്റൂം അല്ല, പിന്നെ അറ്റാച്ച്ഡ് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. പിന്നെ വീടിന്റെ ഉള്ളിലായിരിക്കണം എന്ന് നിർബന്ധമുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങളത് ഇപ്പൊ പുറത്താണ്, അത് ഞങ്ങൾക്ക് മാറ്റിയെടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ അപ്പുറത്തൊക്കെ നല്ല, ഞങ്ങൾക്ക് ഇവിടെ അറിയാലോ അടുത്തൊന്നും വീടുകളൊന്നുമില്ല. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ പുറത്തേക്ക് ബാത്റൂം വരില്ല, കുറച്ച് സേഫ്റ്റി കുറവുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വർക്ക് ഏരിയ കെട്ടിക്കഴിഞ്ഞാൽ മൊത്തമായിട്ട് അടഞ്ഞു വരുമല്ലോ, അപ്പൊ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ പുറത്തത്തെ കാഴ്ച. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് അധികം കാണിക്കുന്നില്ല. ഇനി നമ്മള് ഇവിടുന്ന്
നേരെ പോകുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ. ഫ്രിഡ്ജ് ഇവിടെ മറവുള്ളതുകൊണ്ട് ഇവിടെ കാണൂല, ഞങ്ങൾക്ക് ഭിത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇവിടെ എന്താന്ന് വെച്ചാൽ ചെറിയൊരു പിന്നെ സ്റ്റോർ റൂം ആണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടുന്ന് ആ ഒരു ഹോളിൽ നിന്ന് ഈ ഒരു ഭിത്തിയാണ് ഇവിടെ ഒരു മറവുള്ളത്. ഇവിടെ ചെറിയൊരു മറവാണ്, നമ്മളെ ഹോളിൽ നിന്ന് ചെറിയൊരു മറവ് ഈ ഭിത്തിയാണ്. അവിടുന്ന് നേരെ ഒരു ചെറിയൊരു പാസേജ് ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു സ്റ്റോർ റൂമാണ്. അപ്പോൾ ഇത് ബർത്ത്ഡേൻ്റെ പിന്നെ ബലൂണൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാനൊന്ന് ചെറുങ്ങനെ സെറ്റാക്കി വെച്ചാണ് കേട്ടോ. ഇതൊന്നും വേറൊന്നും അല്ല, ഇത് സ്റ്റോർ റൂം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ ഞാൻ നിറച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പഴയ അലമാരയൊക്കെയാണ് കേട്ടോ, അതൊന്നും ഞാൻ ശരിക്കും കാണിക്കുന്നില്ല. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലേക്കുള്ള വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളില്ലേ, സാധനങ്ങളിൻ്റെ പിന്നെ പെട്ടികളാണ് കേട്ടോ. അപ്പോൾ അത് മഴയായതുകൊണ്ട് ഇപ്പോൾ കളയാൻ വേണ്ടി പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സ്ഥലവും കുറവല്ല, അപ്പോൾ എല്ലാ സാധനങ്ങളും ഇപ്പോൾ എൻ്റെ പ്രൊമോഷന് കിട്ടിയ സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ ഒരു ഷോളൊക്കെ ഇട്ട് മൂടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇനി നേരെ പോകുന്നത് ബെഡ്റൂമിലേക്കാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് കുറവാണോ എന്ന് അറിയില്ല കേട്ടോ. ഞാൻ എപ്പോഴും റിംഗ് ലൈറ്റ് വെച്ചിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഹോം ടൂർ ഒക്കെ ആകുമ്പോൾ നമുക്ക് റിംഗ് ലൈറ്റ് അങ്ങനെ വെക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു കട്ടിലുണ്ട്, ബെഡുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ കുഞ്ഞുവിൻ്റെ പിന്നെ സ്റ്റഡി ടേബിൾ ഇവിടെ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ എല്ലാം വൃത്തിയാക്കിയിട്ട് കാണിച്ചപ്പോൾ ഞാൻ രണ്ട് ഷോർട്ടായിട്ടാണ് കാണിച്ചത്. ബെഡ് വൃത്തിയാക്കുന്നതും കുഞ്ഞിൻ്റെ ടേബിൾ വൃത്തിയാക്കുന്നതും വേറെ കാണിച്ചപ്പോൾ വെച്ചു സ്റ്റഡി റൂം വേറെയാണോ ചെറുതായിട്ട് വേറെ എടുത്തതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങളുടെ ബെഡ്റൂം തന്നെയാണ് കുഞ്ഞിൻ്റെ സ്റ്റഡി റൂമും ബെഡ്റൂമും എല്ലാം തന്നെയാണ്. പക്ഷെ ഇവിടെ ഇരുന്ന് പഠിക്കലൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഹോളിൽ ഇരുന്നിട്ട് തന്നെയാണ് അവൻ പഠിക്കണം. പിന്നെ ഒരു ടേബിൾ ഇങ്ങനെ വെറുതെ സെറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഇത് അവൻ്റെ ടേബിൾ അല്ല, ഏട്ടൻ്റെ പഴയ ടേബിളാണ്. അപ്പോൾ അവനൊരു സ്റ്റഡി ടേബിൾ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കട്ടിൽ ഞങ്ങൾ സ്റ്റോറേജ് ഉള്ളതാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. എനിക്കത് നിർബന്ധമായിരുന്നു സ്റ്റോറേജ് ഉള്ള കട്ടിൽ വേണം എന്നുള്ളത്. കാരണം നമ്മളെ കുഞ്ഞു വീടാണ്, അപ്പോൾ സാധനങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ അല്ല, എന്തായാലും നമുക്ക് എടുത്തു വെക്കാനുള്ള സാധനങ്ങൾ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ പുറത്ത് കാണിക്കാത്ത രീതിയിൽ എടുത്തു വെക്കേണ്ടതുകൊണ്ട് സ്റ്റോറേജ് ഉള്ള കട്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുവിൻ്റെ സ്റ്റഡി ടേബിൾ കഴിഞ്ഞ് പിന്നെ ഇപ്പുറത്തെ ഭാഗം എന്ന് പറയുന്നത് ഞങ്ങളുടെ വർക്കിംഗ് സ്പേസ് ആണ് കേട്ടോ. ഏട്ടൻ വർക്ക് ചെയ്യുന്നതും ഞാൻ വർക്ക് ചെയ്യുന്നതും ഇവിടെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ കുഞ്ഞൂസിൻ്റെ ഇത് കാണിച്ചില്ലേ, ആ ഒരു സമയത്ത് തന്നെ സ്റ്റഡി ടേബിൾ കാണിച്ച സമയത്ത് തന്നെ ഞാൻ ഈ ഒരു ഭാഗം കൂടി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അജിക്ക് സെപ്പറേറ്റ് ആയിട്ട് റൂമാണോ, നിങ്ങൾ വർക്ക് ചെയ്യുന്നത് വേറെയാണോ, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചാനലിൽ ആരോ ആണെന്ന് തോന്നുന്നു എന്നോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റുഡിയോ പോലത്തെ എന്തെങ്കിലും ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്നും അല്ലാട്ടോ, ഞങ്ങളുടെ ബെഡ്റൂമിൽ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒതുക്കിയിട്ടുള്ളത്. പിന്നെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളും പിന്നെ എൻ്റെ റിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും വേറെ എടുത്തു വെക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇനി എന്താ കാണിച്ചു തരാനുള്ളതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ വേറെ ഒന്നും കാണിച്ചു തരാനില്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ ഇത്രയും ഞങ്ങൾക്ക് കാണിച്ചു തരാനുള്ളൂ. ഇതാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു വീട് കെട്ടാനുണ്ടായ സാഹചര്യം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് നിർത്താം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ വീട്. അപ്പോൾ പിന്നെ പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ അടുക്കളയിൽ തന്നെ എത്തി. അപ്പോൾ ഈ ഒരു അടുക്കളയും ഹോളും പിന്നെ ഒരു വർക്കിംഗ് കിച്ചൺ എന്നൊന്നും പറയാൻ പറ്റില്ല, അടുപ്പുള്ള ഒരു കിച്ചൺ, പിന്നെ ഒരു സ്റ്റോർ റൂമും പിന്നെ ബാത്റൂമും ഒരു ബെഡ്റൂം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്. പിന്നെ നമ്മൾ പിന്നെ ബർത്ത്ഡേ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിനകത്ത് വീട്ടിൽ നിന്ന് എല്ലാവരും വന്നപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ അജി എല്ലാവരും അടുക്കളയിൽ മാത്രം നിൽക്കുന്നതെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ അതിന് കാരണം അടുക്കളയിലാണ് നമുക്ക് കുറച്ച് സ്പേസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അടുക്കളയത്തെ വിഷ്വൽസ് കാര്യങ്ങൾ കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇനി ഇതുപോലൊരു വീട് കെട്ടാനുണ്ടായ സാഹചര്യം എന്താണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. പിന്നെ നിങ്ങൾ കമന്റിലൂടെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്നൊരു പിന്നെ പാലുകാച്ചൽ ഷോർട്സ് അങ്ങനെ അത് ഷോർട്സ് ആണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അജി എന്താണ് വീട് വെക്കുന്നത് പറയാതിരുന്നത്, വീടിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. ഞാനിങ്ങനെ വീട് വെക്കാൻ നമ്മൾ സ്ഥലമൊക്കെ ഒരുക്കിയ സമയത്ത് വീട് വെക്കാൻ പോവുകയാണ്, വീട് വെക്കുന്ന സ്ഥലം ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീടിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും പറയാതെ അജി എന്താണ് പെട്ടെന്ന് ഒരു പാലുകാച്ചൽ വീഡിയോ ഇട്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് കേട്ടോ ഞങ്ങൾക്ക് ഇതുപോലൊരു വീട് സെറ്റായത്. കാരണം ഇത് ഞങ്ങളൊരു വീടായിട്ട് പണിതതല്ല, ഇത് ഞങ്ങൾ പണിയുന്ന സമയത്ത് ഇത് ഞങ്ങളുടെ വീടായിട്ട് മാറുമെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വീട് കെട്ടാനുള്ള സ്ഥലമൊക്കെ ഒരുക്കിയ സമയത്താണ് എനിക്ക് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷം മുമ്പാന്ന് തോന്നുന്നു എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ പിന്നെ ഹെയർ ഓയിലിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് തോന്നിയത് കേട്ടോ. നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓയിൽ സെയിൽ ചെയ്യുമോ അജി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് തോന്നിയ സമയത്ത് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു ബിൽഡിംഗ് വേണം. അപ്പോൾ ബിൽഡിംഗ് പിന്നെ എന്ന് വെച്ചാൽ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലൈസൻസ് കിട്ടുള്ളൂ. ലൈസൻസ് ഇല്ലാതെയും ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, പക്ഷേ ലൈസൻസ് ഇല്ലാതെ ഞങ്ങൾ ചെയ്യില്ല എന്ന് ഉറപ്പിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പഞ്ചായത്തിലൊക്കെ പോയി അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബിൽഡിംഗ് വേണമെന്ന്
പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലൈസൻസ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം പിന്നെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പണിത ഒരു ബിൽഡിംഗ് ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അത്യാവശ്യം നന്നായിട്ട് ഒരു ബിൽഡിംഗ് ചെയ്യണം, നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യും, നമ്മുടെ സ്റ്റുഡിയോ ആയിട്ടും പിന്നെ നമ്മുടെ പിന്നെ ഓയിൽ തയ്യാറാക്കുന്നതും അങ്ങനെയൊക്കെ ഒരു സംഭവം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഒരു ബിൽഡിംഗ് ഞങ്ങൾ പണിതത്. അതാണ് ഈ ഒരു ഹാള് നിങ്ങൾ കാണുന്നത്. കാരണം നമ്മൾ ഇതിന്റെ ലൈസൻസിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു വലിയൊരു ഹോള്, പിന്നെ ഒരു സ്റ്റോറേജ് സ്പേസ്, പിന്നെ ഒരു ഓഫീസ് റൂം പോലെ വേണം, പിന്നെ ബാത്റൂം വേണം. ഇതാണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനനുസരിച്ച് ഞങ്ങൾ ഇങ്ങനെ ഒരെണ്ണം പണിത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി വരുമല്ലോ. അങ്ങനെ ചെക്ക് ചെയ്യാൻ വരുന്ന സമയത്താണ് അവർ പറയുന്നത് ഞങ്ങളുടെ ബിൽഡിങ്ങിന് ഹൈറ്റ് കുറവാണ് എന്നുള്ളത് കേട്ടോ. ഞങ്ങളോട് ആദ്യം ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അതിന്റെ പെർമിഷൻ എടുക്കാതെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് പെർമിഷൻ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്. അപ്പം നമുക്ക് അവരെ മൊത്തമായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഹൈറ്റ് കുറവായ സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ടൈലിട്ട് കഴിഞ്ഞു, നമ്മൾ വാർത്തതാണ്, അപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം അത്യാവശ്യം പൈസയും ഇറക്കിയിട്ട് ഞങ്ങൾ ചെയ്തതാണ്. അപ്പോൾ ബിസിനസ്, അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് ഞങ്ങളുടെ യൂട്യൂബ് റവന്യൂ കൊണ്ട് മാത്രം പണിത ഒരു ബിൽഡിംഗ് ആണ്, ഞങ്ങളുടെ വീടാണെന്ന് ഞാൻ പറയാൻ കാരണം അതുകൊണ്ടാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ബിസിനസ് ആയതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, നമുക്ക് വിജയിക്കണം എന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ കടമൊന്നും എടുക്കാതെ നമ്മുടെ ഈ ഒരു യൂട്യൂബിൽ നിന്നുള്ള ആ ഒരു വരുമാനം കൊണ്ട് തന്നെ നമുക്കിത് കെട്ടിയാൽ മതി എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരെണ്ണം പണിതത്. പക്ഷേ ഇങ്ങനെ ഹൈറ്റ് കുറവായി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല കേട്ടോ, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഒരു വർഷത്തോളം ഇത് അങ്ങനെ തന്നെ ഇട്ടു കേട്ടോ. ഞങ്ങൾ പണിത് കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇട്ടു. പിന്നെ ഇതിങ്ങനെ വെറുതെ നശിപ്പിച്ച് കളയാൻ വേണ്ടി പറ്റൂലല്ലോ. അപ്പം ഞങ്ങൾ എടുത്തൊരു തീരുമാനമാണ് നമുക്കിതെങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത്. കാരണം ഇത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഹോളായിരുന്നു കേട്ടോ. ഞാൻ കരയുന്നതല്ല കേട്ടോ, എനിക്ക് ജലദോഷമായതുകൊണ്ടാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഹോള്. ഈ ഒരു സംഭവം ഒന്നുമില്ല, നമ്മുടെ അടുപ്പ് എന്ന ഭാഗമില്ലേ, ഇതൊക്കെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഹോള്, ഒരു ചെറിയൊരു സ്റ്റോർ റൂം. അത് സ്റ്റോർ റൂമും ആയിരുന്നില്ല, അത് ഞങ്ങൾ ബാത്റൂമിന് വേണ്ടി എടുത്തു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ബാത്റൂമിന് പിന്നെ ഇങ്ങനെ ഒരു ബിൽഡിങ്ങിന്, ഒരു ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് വരുന്ന സമയത്ത് ഈ ഒരു ബാത്റൂമിൻ്റെ അളവ് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് വേറൊരു ബാത്റൂം എടുത്താണ് കേട്ടോ. അതിനും നമുക്ക് എക്സ്ട്രാ പൈസയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അതൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് അങ്ങനെ ഇരുന്നോട്ടെ എന്നിട്ട് അങ്ങനെ വെച്ചു. പിന്നെ ഒരു ഓഫീസ് റൂം, അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ലെവലിലായിരുന്നു കേട്ടോ ഇത് ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനും ഏട്ടനും ഇങ്ങനെ വന്ന്, ഈ ലൈസൻസ് ഒന്നും ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഏട്ടനും ഇങ്ങനെ വന്നിരിക്കുമായിരുന്നു കേട്ടോ, ഇവിടെ നമുക്കിനി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇരുന്ന് ആലോചിച്ച് ചെയ്തതാണ് നമുക്കിതൊരു വീടാക്കി മാറ്റാം. അപ്പം ഇതിപ്പം ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കാരണം ഓയിൽ ചെയ്യുമ്പോൾ നമുക്ക് അടുപ്പ് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അടുപ്പ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് അടുപ്പ് കാണുന്നുണ്ട്, ഈ ഒരു സ്ലാബ് ഇവിടെ ഉണ്ട്, സിങ്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കൗണ്ടർ ടോപ്പ് പോലെ നമുക്ക് ചെയ്യാം, ഒരു അടുക്കള പോലെ നമുക്ക് സെറ്റപ്പ് ചെയ്യാം, ഒരു ഓപ്പൺ കിച്ചൺ ആക്കി നമുക്കിത് മാറ്റാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഭിത്തി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു സ്റ്റൈലിലാക്കിയെടുത്ത്. ഇതിനൊക്കെ അത്യാവശ്യം ഞങ്ങൾക്ക് കോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇതിനകത്തും ഞങ്ങൾ ചിലവാക്കിയ പൈസ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്കൊരു ഭംഗിയുള്ള ഒരു കുഞ്ഞു വീട് ഞങ്ങൾക്ക് കെട്ടാൻ വേണ്ടി പറ്റുമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഈ വീട് ഞങ്ങൾക്ക് രസമില്ല എന്നല്ല, ഇത് ഞങ്ങൾക്ക് ഇപ്പോൾ സ്വർഗം തന്നെയാണ്. പക്ഷെ ഒരു സാധാരണ നിങ്ങൾ കമന്റിലൂടെ പറഞ്ഞില്ലേ ഒരു സിറ്റ് ഔട്ടൊക്കെ ഇല്ലാത്ത എന്താണെന്ന് ചോദിച്ചില്ല. അപ്പോൾ ഒരു സിറ്റ് ഔട്ട്, ഒരു ഹോള്, ഒരു 2 ബെഡ്റൂം, ഒരു ബാത്റൂം, അടുക്കള, അങ്ങനെയൊക്കെ ആയിട്ട് വർക്കിംഗ് 2 അടുക്കള വേണമെന്നൊന്നും എനിക്ക് നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു വീട്, ഭംഗിയുള്ള ഒരു കുഞ്ഞു വീട് കെട്ടാൻ പറ്റുമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു രീതിയിൽ ഞങ്ങൾ കെട്ടിപ്പോയി. പിന്നെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, പൊളിച്ച് കളയാൻ വേണ്ടി പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളുടെ വീട് ഈ ഒരു രീതിയിലുള്ളത്. പിന്നെ ഞാൻ ലൈസൻസ് കിട്ടിയില്ല, എവിടുന്നാണ് ലൈസൻസ് കിട്ടാത്തതെന്ന് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ പഞ്ചായത്തിൽ നിന്നാണ് കേട്ടോ ലൈസൻസ് കിട്ടാത്തത്. അപ്പം ഞങ്ങൾ ആദ്യം പോയിട്ട് ഇങ്ങനെ അന്വേഷിച്ചിരുന്നു, ഇങ്ങനെ ഒരു ഹെയർ ഓയിലിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ തന്നെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളോട് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 500 സ്ക്വയർ ഫീറ്റിൽ താഴെ വരുന്ന ബിൽഡിങ്ങിന് നമുക്ക് നേരത്തെ പെർമിറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് എഞ്ചിനീയർ നോക്കാൻ വേണ്ടി വന്നപ്പോഴാണ് പറയുന്നത് ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് ആണ് വേണ്ടത്, ഇവിടെ പ്രൊഡക്ഷൻ ഉണ്ട്, അപ്പോൾ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് ആണ് വേണ്ടത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങിന് ഈ ഒരു ഹൈറ്റ് പറ്റില്ല. ഞങ്ങൾക്ക് കുറവ് എന്ന് പറയാൻ ഒരു 60 സെന്റിമീറ്റർ ആണ് കേട്ടോ കുറവ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും സങ്കടമായത്. കാരണം ഒരു കുറഞ്ഞ അളവിൽ, പക്ഷെ നമുക്കിത് പൊക്കാനോ ഒന്നും നമുക്ക് പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ നമ്മൾ പെർമിറ്റ് എടുക്കാതെ ചെയ്തതുകൊണ്ട് നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല, അവരോട് നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമുക്ക് ഈ ഒരു പഞ്ചായത്തിൽ നിന്നുള്ള ഈ ഒരു ലൈസൻസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഡ്രഗ്സ് കൺട്രോൾ ബോർഡിൽ നിന്നുള്ള ലൈസൻസ് ഞങ്ങൾക്ക് കിട്ടുള്ളൂ. ഇതൊക്കെ അത്യാവശ്യം റിസ്ക് ഉള്ളതാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ അത്യാവശ്യം ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആ സമയത്തൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ചെയ്യാനിരുന്നൊരു സംഭവമാണ് ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. നമ്മുടെ ചാനൽ നമ്മളൊന്ന്
ഇച്ചിരി ഒന്ന് ക്ലിക്ക് ആയപ്പോൾ തൊട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹമാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവം അത്രയും ക്വാളിറ്റിയിൽ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു സംഭവമായിരുന്നു. ഞാൻ ആ സമയത്തൊക്കെ വല്ലാണ്ട് ഡള്ളായി പോയിരുന്നു കേട്ടോ. കാര്യം ഇതിന്റെ പുറകെ ഒരുപാട് ഞങ്ങൾ ഓടിയതാണ്. അപ്പൊ ഇത് ഇത്രയും പൈസയൊക്കെ മുടക്കി ഞങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് നടന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. പിന്നെ ഇപ്പൊ ഉള്ളൊരു സന്തോഷം എന്താന്ന് വെച്ചാല്, നമുക്ക് ആ ഒരു ഇതിൽ ഞങ്ങൾക്കൊരു വീട് ശരിയായി, ആ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നിയില്ല ആർക്കെങ്കിലും ഇങ്ങനെ വീട് ശരിയാവോ എന്നുള്ളത്. പെട്ടെന്ന് നമ്മളിങ്ങനെ വീട് കെട്ടണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ വേറൊരു ബിസിനസിന്റെ സംഭവത്തിന് വേണ്ടി ബിൽഡിംഗ് പണിയുന്നു, അതൊന്നും അല്ലാതെ നമ്മുടെ വീടായിട്ട് മാറുന്നു. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞങ്ങളെ വീട് തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഒരു കുഞ്ഞു സ്വർഗം തന്നെയാണ് ഇത്. ആദ്യമൊക്കെ വിഷമം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് വലിയ വീട് പണിയാനോ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തവരല്ല. ഒരു കുഞ്ഞു വീട്, ഒരു എന്താ പറയാ, എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു കുഞ്ഞു വീട് പണിയാനാണ് ഞങ്ങൾക്കും ആഗ്രഹം. ഒരുപാട് കടം എടുത്തിട്ടോ ലോൺ എടുത്തിട്ടോ ഒന്നും വീട് കെട്ടാനുള്ള താല്പര്യമില്ലായിരുന്നു. ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞു വീട് പണിയാൻ തന്നെയായിരുന്നു പ്ലാന്. പക്ഷെ ഈ രീതിയിൽ വീട് സെറ്റ് ആവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫാമിലിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ പ്രശ്നമൊന്നുമില്ല. പിന്നെ പുറമേ നിന്ന് ആരെങ്കിലും പെട്ടെന്ന് കയറി വരുമ്പോൾ അയ്യോ ഇതെന്താ ഇങ്ങനെയെന്ന് എല്ലാവർക്കും ഒരു, നമ്മളോട് പറഞ്ഞില്ലെങ്കിലും അവരുടെ ഭാവത്ത് നമുക്ക് മനസ്സിലാവും. പിന്നെ ഞങ്ങൾക്കും കുറച്ചൊരു കംഫർട്ട് കുറവാണെന്ന് വെച്ചാൽ ആരെങ്കിലും അറിയാത്ത ഒരാളൊക്കെ പെട്ടെന്ന് വന്നിരിക്കുമ്പോൾ അവർക്ക് നമ്മൾ പെട്ടെന്ന് വെള്ളം എടുത്ത് കൊടുക്കുക, ചായ എടുത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് തന്നെ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ട്. പിന്നെ അതൊന്നും പ്രശ്നമില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഇതിനകത്ത് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഫ്രണ്ടിലേക്ക് എന്തെങ്കിലും ഒന്ന് എടുക്കണം, ഒരു സിറ്റ് ഔട്ട് പോലെയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇതൊരു വിഷയമായിട്ട് വരില്ലല്ലോ. അപ്പം നമുക്ക് സ്ഥലവും കുറച്ചും കൂടി ഇതാവും. പിന്നെ എനിക്ക് ഇതിന്റെ മുകളിലേക്ക് എന്തെങ്കിലും ഒന്ന് എടുക്കണം, ഒരു ബെഡ്റൂം. കുഞ്ഞുസും വലുതായി വരികയല്ലേ, അപ്പൊ ഇതിന്റെ മുകളിലേക്ക് ഒരു ബെഡ്റൂമോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. ബാക്കിൽ വർക്ക് ഏരിയ ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു വീട് കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക ശരിയാക്കി എടുക്കണമെന്നുണ്ട്. എന്തായാലും ഇപ്പം ഞങ്ങളെ കൊണ്ട് പറ്റില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതൊക്കെ ശരിയാക്കി എടുക്കും കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ ഹോം ടൂർ ചെയ്യാതെ ഇരുന്നതിനുള്ള കാരണം. എനിക്ക് എന്താണെന്ന് അറിയാം, പിന്നെ നമ്മൾ ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ്, എൻ്റെ വീട് ഇതാണ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ പുതുതായിട്ട് ഒരു വീട് പണിതു, അതിന്റെ ഹോം ടൂർ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കും ഒരു വീട് കാണാനുള്ളതും അങ്ങനെയുള്ള ഒരു ആകാംക്ഷയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അത് തെറ്റിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഹോം ടൂർ ചെയ്യാതെ ഇരുന്നത്. അപ്പൊ കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഹോം ടൂർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ വീട് കെട്ടാനുള്ള സാഹചര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ എന്താന്ന് വെച്ചാൽ, പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഹോം ടൂർ ഒന്നും ചെയ്യാൻ അറിയില്ല കേട്ടോ. ഞാൻ ചെയ്തതൊക്കെ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, മുമ്പ് ഇങ്ങനെ ചെയ്ത് പരിചയമില്ല. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ഹോം ടൂർ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാവോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.